Hello everyone. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയും സിമ്പിൾ ഡെയിലി കുക്കിംഗ് തന്നെയാണ്. നമ്മൾ ദിവസം നോർമലി ഉണ്ടാക്കുന്ന സിമ്പിൾ റെസിപ്പീസാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടിട്ട് റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. അപ്പോൾ ആദ്യം വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്നത്തേക്ക് ആവശ്യമുള്ള വെജിറ്റബിൾസ്. പിന്നെ പരിപ്പ് 1/4 കപ്പുണ്ട്. തേങ്ങ ചെറിയത് 3 കറികൾക്കും തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ അതിന് ഒരു അരമുറി തേങ്ങ ചിരകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് മത്തങ്ങ പരിപ്പ് ഇട്ടിട്ട് ഒരു കറിയാണ്. ക്യാരറ്റ് പൊരിയൽ, പിന്നെ മുരിങ്ങക്കായ മസാല. സിമ്പിൾ ഡെയിലി ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതെല്ലാം നുറുക്കണ മുമ്പ് നമുക്ക് ഒരു കുക്കറിൽ പരിപ്പ് ഇട്ടിട്ട് കഴുകി കുതിർത്തി വെച്ചാൽ അത് കുതിരും, പെട്ടെന്ന് വേവിച്ച് കിട്ടും. അപ്പോൾ നമുക്ക് കുക്കറിൽ ഈ പരിപ്പ് ഒന്ന് ആദ്യം കഴുകി കുതിർത്തി വെക്കാം. അപ്പോൾ പരിപ്പ് ഇതുപോലെ കഴുകി കുതിർത്താൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കുതിർത്താൻ വെക്കാം. അപ്പോഴേക്കും നമ്മൾ ഇത് വെജിറ്റബിൾസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് ചോപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ മത്തങ്ങ ഇതുപോലെ കട്ട് ചെയ്തു. 2 ഗ്രീൻ ചില്ലിയും കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങക്കോലും ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് നമുക്ക് കട്ട് ചെയ്യാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ. അത് നിങ്ങൾ എക്സ്ട്രാ മീൻസ് ഇനി 2 പേർ 4 പേർക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് എടുത്താൽ മതി. അപ്പോൾ പരിപ്പ് നമ്മൾ കുതിർത്താൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മത്തങ്ങയും ഈ 2 ഗ്രീൻ ചില്ലിയും കൂടി ആഡ് ചെയ്യാം. പിന്നെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് കായം ആഡ് ചെയ്യാം പരിപ്പുള്ളതുകൊണ്ട്. ആവശ്യത്തിന് ഉപ്പ് നമുക്ക് പിന്നീട് നോക്കിയിട്ടും ആഡ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വേവിക്കാൻ വെക്കാം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഇതുപോലെ ഇത്ര വലിയ പീസസിൽ ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ സൂപ്പർ ഹെൽപ്പർ ഇല്ലേ, ഇതിലാണ് നമ്മൾ നല്ലോണം ചോപ്പ് ചെയ്ത് എടുക്കാൻ പോകുന്നത്. കാരണം വളരെ ചെറിയ പീസസ് ആകുമ്പോൾ ആ ഒരു മധുര ടേസ്റ്റ് ക്യാരറ്റിലുണ്ടാവും. അപ്പോൾ അത് വരില്ല. നല്ല എരിവ് ടേസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി പൊരിയലിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ പീജനിലെ ചോപ്പറിലിട്ടിട്ട്, ഇത് ഞാൻ ചെറിയ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് കേട്ടോ പീജൻ യൂസ് ചെയ്യണേ. കുറേയും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ മിക്സിയിൽ അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സറിൽ വരുന്ന ചോപ്പേഴ്സ് എല്ലാം കൂടി ഒരുമിച്ചിടണ്ട. ഫുഡ് പ്രോസസ്സറിൽ കൂടെ വരില്ലേ ചോപ്പേഴ്സ്, അതിലിട്ട് ചോപ്പ് ചെയ്താൽ മതി. ഒറ്റയടിക്ക് ചോപ്പ് ചെയ്ത് കിട്ടും. ഇതിൽ ഇത്ര ഇടണ്ട, അതിൽ കുറേശ്ശെ ഇങ്ങനെ ഇട്ട് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. അപ്പുറത്ത് നമ്മൾ മത്തങ്ങ ഒരു വിസിൽ ഓൾറെഡി വന്നു കഴിഞ്ഞു. നമുക്ക് ഒരു വിസിലും കൂടി വന്ന് ഒരു 5 മിനിറ്റ്സ് സിമ്മിൽ വെച്ചിട്ട് അത് ഓഫാക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ചോപ്പ് ചെയ്ത് അപ്പോൾ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ചോപ്പ് ചെയ്ത് കിട്ടും. നമുക്ക് എല്ലാം കൂടി ഇതേപോലെ ചോപ്പ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതിന് 2 ക്യാരറ്റും ഇതുപോലെ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മത്തങ്ങയ്ക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് മത്തങ്ങ കറിയിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് വെക്കാം. തേങ്ങ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട്. കറിയുടെ തിക്നെസ് അനുസരിച്ച് തേങ്ങ കൂട്ടോ കുറയ്ക്കോ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ പരിപ്പുണ്ട് മത്തങ്ങയുണ്ട്, രണ്ടും നല്ല കൊഴുപ്പ് തരും കറിക്ക്. അപ്പോൾ നമ്മൾ തേങ്ങയും കൂടി അരച്ച് ഒഴിക്കുമ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും.
അപ്പോൾ നമ്മുടെ കൺസിസ്റ്റൻസി അനുസരിച്ച് നമുക്ക് കുറച്ചുകൂടി വെള്ളം പോലെ വേണമെങ്കിൽ തേങ്ങേനെ കുറയ്ക്കാം. അപ്പോൾ തേങ്ങയുടെ കൂടെ ഒരു 3 ചെറിയ ഉള്ളി, 2 വെളുത്തുള്ളിയും, ജീരകം ഒരു 1/2 സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് വരാം. അപ്പം ഞാൻ തേങ്ങ ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടാണ് അരച്ചിരിക്കുന്നത്. എനിക്ക് കുറച്ച് ഒഴിച്ച കറി പോലെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതുപോലെ തേങ്ങ വെള്ളം ഒഴിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം കുറച്ചിട്ടോ നമുക്ക് അരച്ച് വെക്കാം. അപ്പോൾ സ്റ്റീം പോയോ നോക്കാം. മത്തങ്ങയിൽ സ്റ്റീം പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതും ഒഴിച്ച് കറി മിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് മത്തങ്ങ ആക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്റ്റീം പോയിട്ട് മത്തങ്ങ നോക്കാം. മത്തങ്ങ നല്ലപോലെ വന്നിട്ടുണ്ട്, മത്തങ്ങയും പരിപ്പും. നിങ്ങൾക്ക് ഒന്നും കൂടി ഉടയ്ക്കണമെങ്കിൽ ഉടയ്ക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഈ തേങ്ങയുടെ അരപ്പ് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് ലേശം ഉടച്ചു കൊടുക്കുകയാണ്. എനിക്ക് ചെറിയ പീസസും വേണം, അതുകൊണ്ട് ഞാൻ അധികം ഉടയ്ക്കണില്ല, ജസ്റ്റ് ഒന്ന് ഉടയ്ക്കുകയാണ്. പിന്നെ നമുക്ക് ഈ തേങ്ങ അരപ്പും കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ച് ഒരു 2 തിളയ്ക്കണ വരെ നമുക്ക് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാം. ഇത് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് വരാം. ഇപ്പം മത്തങ്ങ നമുക്ക് ഇതുപോലെ 2 തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫാക്കാം. ഓഫാക്കിയിട്ട് നമുക്ക് കാച്ചി ഒഴിക്കാം. നമുക്ക് കാച്ചാനായിട്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊടിച്ചിടാം. കടുക് പൊട്ടുമ്പോൾ ഒരേ ഒരു വറ്റൽ മുളക്, കരിവേപ്പില, പിന്നെ 1/2 സ്പൂൺ ചതച്ച മുളക് ഇട്ടിട്ട് നമുക്ക് കറിയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മത്തങ്ങ കറി, പരിപ്പും തുവരപ്പരിപ്പാണ് കേട്ടോ, തുവരപ്പരിപ്പും മത്തങ്ങ കറി റെഡിയായി. ഇത് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഞാൻ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള 2 ക്യാരറ്റ് പൊരിയലും മുരിങ്ങയ്ക്ക മസാലയും ഒരുമിച്ച് ആക്കാം. അപ്പോൾ നമ്മൾ ക്യാരറ്റ് പൊരിയലും മുരിങ്ങയ്ക്ക മസാലയും ഇങ്ങനെ പാരലായിട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ 2 ചീനിച്ചട്ടി വെച്ചിട്ട് ഞാൻ 2ലും എണ്ണ ഒഴിച്ചിട്ടുണ്ട് കാച്ചാനായിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ 2നും ഉപയോഗിക്കാൻ പോണ. സവാള നുറുക്കി വെച്ചിട്ടുണ്ട്, പച്ചമുളക് 2 നുറുക്കി വെച്ചിട്ടുണ്ട്, കറിവേപ്പില ഉണ്ട്, പിന്നെ 2 കറികൾക്കുള്ള തേങ്ങ ചെറുകിയതുണ്ട്. പിന്നെ നമ്മൾ യൂഷ്വലായിട്ട് യൂസ് ചെയ്യുന്ന മസാല തന്നെയാണ്, സ്പെഷ്യലായിട്ടൊന്നുമില്ല. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ തന്നെയാണ്. അപ്പോൾ എണ്ണ ചൂടായിട്ട് നമുക്ക് കടുക് പൊട്ടിക്കാം. കടുക് ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടുമ്പോൾ ഉഴുന്നും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്, നമുക്ക് ഉഴുന്ന് ആഡ് ചെയ്യാം. ഉഴുന്ന് ബ്രൗൺ കളറാവുമ്പോൾ നമുക്ക് 2ലും കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങക്കോൽ മസാലയ്ക്കാണ് നമ്മൾ കൂടുതൽ സവാള ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ 1/4 ഭാഗം നമുക്ക് മുരിങ്ങക്കോലിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ
പിന്നെ ബാക്കിയുള്ള സവാള ക്യാരറ്റിലോട്ട്. ഇപ്പോൾ മുരിങ്ങയ്ക്കയിലാണ് നമ്മൾ ചില്ലി പൗഡർ, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ യൂസ് ചെയ്യാൻ പോണേ. ക്യാരറ്റിലേക്ക് നമ്മൾ പച്ചമുളകിൻ്റെ എരിവാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ചില്ലിപ്പൊടി ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ക്യാരറ്റിലേക്ക് നമ്മൾ ഈ പച്ചമുളക് ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ടിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇത് മുരിങ്ങക്കോലിലേക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ മാത്രം ഞാൻ ആവശ്യത്തിന് ചില്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂൺ മതി, മല്ലിപ്പൊടി ആഡ് ചെയ്യുന്നുണ്ട്. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കോലാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മുരിങ്ങക്കോൽ ഇങ്ങനെ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇവിടെ ക്യാരറ്റ് അപ്പുറത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ റെസിപ്പിയിൽ 2 യെല്ലോ വെജിറ്റബിൾസ് ആണ് ആഡ് ചെയ്യുന്നത്, യെല്ലോ ആൻഡ് ഓറഞ്ച്. അപ്പോൾ ഇത് രണ്ടും കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ടുള്ള 2 റെസിപ്പിയാണ്. ഈ മുരിങ്ങക്കോല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടിരിക്കും കുക്ക് ചെയ്ത് വരുമ്പോൾ. സിമ്പിളാണ്, കട്ട് ചെയ്യുന്ന ഒരു സമയമൊന്നും ഇല്ല. പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനൊരു മസാല ഉണ്ടാക്കിയാൽ മതി. ഇപ്പോൾ 2 കറികൾക്ക് ആവശ്യമായിട്ട് ഉള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. മുരിങ്ങക്കോല് വേവാനുള്ള അത്രയും വെള്ളം വേണം ഇതിൽ. ക്യാരറ്റിന് അധികം വേണ്ട, ജസ്റ്റ് വേവാൻ മാത്രം ഉള്ള വെള്ളം മതി. ഇപ്പോൾ 5 മിനിറ്റ്സ് ആയി. 5 മിനിറ്റ്സ് മതി. ക്യാരറ്റ് പെട്ടെന്ന് വേവും, കാരണം നമ്മൾ പൊടിയായിട്ട് നോക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യേണ്ടത് ലാസ്റ്റ് തേങ്ങയാണ്. തേങ്ങ ഒരു ആവശ്യത്തിന് 2 സ്പൂൺ ആഡ് ചെയ്യാം, 2 ടേബിൾ സ്പൂൺ. തേങ്ങ ആഡ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്താൽ അടിപൊളിയായിട്ടുള്ള ക്യാരറ്റ് തോരൻ, ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് തോരൻ നമുക്ക് റെഡിയായി. ക്യാരറ്റിന് 5 മിനിറ്റ്സ് മതി കേട്ടോ. പക്ഷെ നമ്മുടെ മുരിങ്ങയ്ക്കായ ഇനി വെന്തിട്ടില്ല, അതിന് ഇനിയും ഒരു 5 മിനിറ്റ്സ് എടുക്കും. മുരിങ്ങയ്ക്ക ഇങ്ങനെ ഇളക്കുമ്പോൾ സൂക്ഷിക്കണം, പൊട്ടാണ്ട്. പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ അവിടെ പൊട്ടാണ്ട് അങ്ങനെ. സോ another 5 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് നോക്കാം. അപ്പോഴേക്കും മുരിങ്ങയ്ക്ക വെന്തിട്ടുണ്ടാകും. അപ്പോൾ ഇനി ഒരു 2-3 മിനിറ്റ്സ് ആയി. നമുക്ക് മുരിങ്ങയ്ക്ക നോക്കാം. ഓക്കെ, മുരിങ്ങയ്ക്ക വന്നിട്ടുണ്ടോയെന്ന് എങ്ങനെയാണ് നോക്കേണ്ടതെന്ന് അറിയോ? ഈ ഒരു ഭാഗം നോക്കുമ്പോൾ ഇതിൻ്റെ കളറ് കാണുന്നുണ്ടോ? ഇതിൻ്റെ കളറ് നല്ലോണം കുറച്ച് വൈറ്റ് ആയിട്ട് ഇല്ലാണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ടാവും.
അപ്പോൾ ഏകദേശം മുരിങ്ങയ്ക്ക വന്നു. നമുക്ക് ഇതിലേക്ക് തേങ്ങ ആഡ് ചെയ്യാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കേട്ടോ. ഇതിൽ ഞാനൊരു 2.5 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് കുറച്ച് നല്ല ഗ്രേവി പോലത്തെ വേണമെങ്കിലും അങ്ങനെയും എടുക്കാം. അപ്പോൾ കുറച്ചുകൂടി വെള്ളം കൂടുതൽ ആഡ് ചെയ്താൽ മതി. മുഴുവൻ വെള്ളം വറ്റാൻ നിൽക്കണ്ട. അപ്പോൾ കുറച്ച് ഗ്രേവി പോലത്തെ കിട്ടും. ചോറിൻ്റെ കൂടെ ഇട്ടിട്ട് വെറുതെ അങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിത് സൈഡ് ഡിഷ് ആക്കിയതുകൊണ്ട് കുറച്ചുകൂടി ഡ്രൈ ആക്കി എടുത്തു. നല്ല ടേസ്റ്റി ആയിട്ട്, ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള മുരിങ്ങയ്ക്ക മസാല റെഡിയായി. ഇതിലേക്ക് നമ്മൾ കൂടുതൽ സവാള ഇട്ടുകൊണ്ടാണ് ഇങ്ങനെ മസാല പോലത്തെ കിട്ടുന്നത്. അതുകൊണ്ടാണ് കൂടുതൽ സവാള ഇട്ടത്. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ അടിപൊളി മുരിങ്ങയ്ക്ക മസാല റെഡി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ടേസ്റ്റി ലഞ്ച് റെഡിയായി. മത്തങ്ങ പരിപ്പിട്ട കറിയും മുരിങ്ങയ്ക്കോൽ മസാലയും ക്യാരറ്റ് പൊരിയലും. അപ്പോൾ ഇതിൽ 2 യെല്ലോ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് വളരെ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ നല്ല അടിപൊളി റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി നമുക്ക് മീറ്റ് ചെയ്യാം. പക്ഷെ അടുത്തത് സിമ്പിൾ ലഞ്ച് അല്ല കേട്ടോ. അടുത്തത് നമുക്ക് ഒരു ദീപാവലി സ്പെഷ്യലാണ്. അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണണേ. താങ്ക് യു.